ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈക്രോ എക്കണോമിക്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയറിലെ ഡിമാൻഡ് എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പോൾ ഡിമാൻഡ് എന്താണെന്നും ഡിമാൻഡ് കർവ് അതുപോലെ മാർക്കറ്റ് ഡിമാൻഡൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലായിട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, ഡിഗ്രീസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, ഫാക്ടേഴ്സ് ഡിറ്റർമിൻ പ്രൈസ് ഇലാസ്റ്റിസിറ്റി. അപ്പോൾ എന്താണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്നുള്ളത് ആദ്യം നമുക്ക് നോക്കാം. ഡിമാൻഡ് ഈസ് ഡിറ്റർമിൻഡ് ബൈ മെനി ഫാക്ടേഴ്സ് സച്ച് ആസ് പ്രൈസസ്, ഇൻകം, പ്രൈസസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ് ആൻഡ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ്. ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി ചേഞ്ചസ് ഡ്യൂ ടു ചേഞ്ച് ഇൻ എനി ഓഫ് ഇറ്റ്സ് ഫാക്ടേഴ്സ്. അപ്പോൾ നമ്മൾ ഡിമാൻഡിനെ ഡിറ്റർമിൻ ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട് അല്ലേ? എന്തൊക്കെയാണ്? പ്രൈസ്, ഇൻകം, അതുപോലെ പ്രൈസസ് ഓഫ് റിലേറ്റഡ് ഗുഡ്സ്, ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് എന്നുള്ളതൊക്കെ ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. അപ്പോൾ ഡിമാൻഡ് ഫോർ എ കമ്മോഡിറ്റി ചേഞ്ചസ് ഡ്യൂ ടു ചേഞ്ച് ഇൻ എനി ഓഫ് ഇറ്റ്സ് ഫാക്ടേഴ്സ്. ഈ ഒരു ഫാക്ടേഴ്സിൽ എന്തെങ്കിലും മാറ്റം വരികയാണെന്നുണ്ടെങ്കിൽ അത് ഡിമാൻഡിനെയും കൂടി എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഈസ് ദി റേഷ്യോ ഓഫ് റിലേറ്റീവ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ടു ദ റിലേറ്റീവ് ചേഞ്ച് ഇൻ എനി ഓഫ് ഫാക്ടേഴ്സ്. അപ്പോൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് റിലേറ്റീവ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ടു ദ റിലേറ്റീവ് ചേഞ്ച് ഇൻ എനി ഫാക്ടേഴ്സ്. ഏതെങ്കിലും ഒരു ഫാക്ടേഴ്സിലുള്ള മാറ്റം മൂലം ഡിമാൻഡിൽ എത്ര മാറ്റം ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് മീൻസ് മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഡിമാൻഡിൻ്റെ അല്ലെങ്കിൽ ചോദനത്തിൻ്റെ ഇലാസ്തികത എന്നുള്ളതാണ്. ദസ് ദർ ആർ as many elasticity as the factors, say price elasticity, income elasticity, cross elasticity of demand. ഇപ്പോൾ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതേപോലെ തന്നെ ആ ഒരു ബേസിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിനെ മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? പ്രൈസ് ഇലാസ്റ്റിസിറ്റി, ഇൻകം ഇലാസ്റ്റിസിറ്റി, ക്രോസ് ഇലാസ്റ്റിസിറ്റി എന്നുള്ളതാണ്. However, it is the price elasticity of demand which is commonly taken ആസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. ഇപ്പോൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം ഓർത്ത് വെക്കേണ്ടത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡാണ്. അതാണ് കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്? ഇറ്റ് റെഫേഴ്സ് ടു ദ ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ് ഓഫ് ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ടു ചേഞ്ചസ് ഇൻ ഇറ്റ്സ് പ്രൈസ്. ഇപ്പോൾ വിലയിലുള്ള മാറ്റത്തോട് ഡിമാൻഡ് കാണിക്കുന്ന പ്രതികരണത്തിൻ്റെ അളവ് എന്നതാണ് ഇലാസ്തികത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രൈസിൽ എന്തെങ്കിലും മാറ്റം വരികയാണെന്നുണ്ടെങ്കിൽ അത് ക്വാണ്ടിറ്റി ഡിമാൻഡിൽ എത്ര മാറ്റം വരുന്നു, അതിൻ്റെ ഡിമാൻഡ് കാണിക്കുന്ന പ്രതികരണത്തിൻ്റെ അളവാണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ഡിഗ്രീസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. അപ്പോൾ ഇലാസ്റ്റിസിറ്റിയെ 5 കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ദർ ആർ 5 ഡിഗ്രീസ് ഓഫ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി. ദേ ആർ: ഫസ്റ്റ് വൺ, പെർഫെക്റ്റ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്, തികച്ചും ഇലാസ്റ്റികമല്ലാത്ത ചോദനം. ദെൻ പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്, തികച്ചും ഇലാസ്റ്റികമായ ചോദനം. ദെൻ തേർഡ് വൺ, യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്, സമമായ ഇലാസ്റ്റിക ചോദനം. ദെൻ ഫോർത്ത് വൺ, റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്, ആപേക്ഷിക ഇലാസ്റ്റികത ഡിമാൻഡ്. ദെൻ അഞ്ചാമത്തത് റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്, ആപേക്ഷിക ഇലാസ്റ്റികമല്ലാത്ത ഡിമാൻഡ്. അപ്പോൾ ആദ്യത്തേത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്, അതായത് തികച്ചും ഇലാസ്റ്റികമല്ലാത്ത ചോദനം. ഹിയർ ദ ചേഞ്ചസ് ഇൻ പ്രൈസ് ഡസ് നോട്ട് മേക്ക് എനി ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. പ്രൈസിൽ എത്ര മാറ്റം ഉണ്ടായാലും ഡിമാൻഡിനെ അത് അഫക്റ്റ് ചെയ്യുന്നില്ല, ഒരു മാറ്റവും ഉണ്ടാക്കുന്നില്ല. ഇൻ ദിസ് കേസ് ഡിമാൻഡ് കർവ് വിൽ ബി എ വെർട്ടിക്കൽ ലൈൻ വേർ ഇ പി ഈസ് ഈക്വൽ ടു 0. ഇവിടെ ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് എക്സ് ആക്സിന് ലംബമായ ഒരു നേർരേഖയായിരിക്കും. അവിടെ ഇ പി 0 ആയിരിക്കും. അപ്പോൾ എന്ത് പ്രൈസിൽ മാറ്റം വരുന്നുവോ അത് ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യാത്തതാണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. രണ്ടാമത്തേത് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്, തികച്ചും ഇലാസ്റ്റികമായ ചോദനം. ഹിയർ സ്ലൈറ്റ് ചേഞ്ച് ഇൻ പ്രൈസ് ലീഡ്സ് ടു ആൻ ഇൻഫിനിറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്. വിലയിൽ ചെറിയ മാറ്റം ഉണ്ടാകുമ്പോൾ തന്നെ ഡിമാൻഡിൽ ഒരുപാട് മാറ്റം ഉണ്ടാകുന്നതാണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. ഇൻ ദിസ് കേസ് ഡിമാൻഡ് കർവ് വിൽ ബി ഹൊറിസോണ്ടൽ ലൈൻ. ഈ ഒരു കേസിൽ ഡിമാൻഡ് കർവ് എക്സ് ആക്സിസിന് സമാന്തരമായിട്ടുള്ള ഒരു രേഖയായിരിക്കും. ഇവിടെ ഇ പി ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി.
ദെൻ മൂന്നാമത്തേത് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്. ഹിയർ ചേഞ്ചസ് ഇൻ പ്രൈസ് ലീഡ്സ് ടു ഈക്വലി പ്രൊപ്പോർഷനേറ്റ് ചേഞ്ചസ് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. പ്രൈസിൽ എന്ത് മാറ്റം വരുന്നോ അതിന് ഈക്വലായിട്ട് തന്നെ ക്വാണ്ടിറ്റി ഡിമാൻഡിലും മാറ്റം വരുന്നതാണ് യൂണിറ്ററി ഇലാസ്റ്റിക് ഡിമാൻഡ്, സമമായ ഇലാസ്റ്റിക ചോദന. ഇൻ ദിസ് കേസ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി വിൽ ബി ഇ പി ഈസ് ഈക്വൽ ടു 1. ഇവിടെ ഇ പി എന്ന് പറയുന്നത് 1ന് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ ഡയഗ്രത്തിൽ നിന്ന് നോക്കിയാൽ അറിയാം ഡെൽറ്റ ക്യൂവും ഡെൽറ്റ പിയും സെയിം ആയിരിക്കും. നാലാമത്തേത് റിലേറ്റീവ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ്. ഹിയർ ചേഞ്ചസ് ഇൻ പ്രൈസ് ലീഡ്സ് ടു മോർ ദാൻ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡ്. ഇവിടെ പ്രൈസിൽ എന്ത് മാറ്റം വരുന്നോ അതിനേക്കാൾ കൂടുതൽ ക്വാണ്ടിറ്റി ഡിമാൻഡിലും മാറ്റം വരും. ഇൻ ദിസ് കേസ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി വിൽ ബി ഗ്രേറ്റർ ദാൻ 1. ഇവിടെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി 1നേക്കാൾ കൂടുതലായിരിക്കും, അതായത് ഇ പി ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ ഡയഗ്രത്തിൽ നോക്കിയാൽ അറിയാം ഡെൽറ്റ പിനേക്കാൾ കൂടുതൽ ഡെൽറ്റ ക്യൂ കാണാൻ കഴിയും. ദെൻ ലാസ്റ്റ് വൺ റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. ഹിയർ ചേഞ്ചസ് ഇൻ പ്രൈസ് ലീഡ്സ് ടു ലെസ് ദാൻ പ്രൊപ്പോർഷനേറ്റ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ്. പ്രൈസിൽ എന്ത് മാറ്റം വരുന്നതോ അതിനേക്കാൾ കുറവായിരിക്കും ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ഉണ്ടാകുന്ന മാറ്റം. ഇൻ ദിസ് കേസ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി വിൽ ബി ലെസ് ദാൻ 1. ഇവിടെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് 1നേക്കാൾ കുറവായിരിക്കും, അതായത് ഇ പി ലെസ് ദാൻ 1. ഇപ്പോൾ ഡെൽറ്റ പിയും ഡെൽറ്റ ക്യൂവും കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെൽറ്റ പിയിലുള്ള മാറ്റം കൂടുതലാണ്, പക്ഷേ ഡെൽറ്റ ക്യൂവിലുള്ള മാറ്റം അതിനോടനുബന്ധിച്ചുള്ള മാറ്റം കുറവാണ്. അതാണ് റിലേറ്റീവ്ലി ഇൻഇലാസ്റ്റിക് ഡിമാൻഡ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഫാക്ടേഴ്സ് ഡിറ്റർമിനിങ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി. പ്രൈസ് ഇലാസ്റ്റിസിറ്റിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഇപ്പോൾ ഫസ്റ്റ് വൺ നേച്ചർ ഓഫ് ദി ഗുഡ്, സാധനങ്ങളുടെ സ്വഭാവം. ഇൻ ദ കേസ് ഓഫ് നെസസറി ഗുഡ്സ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി വിൽ ബി ഇലാസ്റ്റിക് ആൻഡ് ഇൻ ലക്ഷറി ഗുഡ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി വിൽ ബി ഇലാസ്റ്റിക്. നെസസറി ഗുഡിൻ്റെ കേസിലാണെങ്കിൽ, അത് നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളുടെ കേസിലാണെങ്കിൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഇൻഇലാസ്റ്റിക് ആയിരിക്കും, ഒരു മാറ്റവും ഉണ്ടാവില്ല. ലക്ഷറി ഗുഡ് ആണെന്നുണ്ടെങ്കിൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്തായിരിക്കും, ഇലാസ്റ്റിക് ആയിരിക്കും, ഒരുപാട് മാറ്റം ഉണ്ടാവും. അതായത് നെസസറി ഗുഡ് നമുക്ക് അത്യാവശ്യ സാധനങ്ങളാണ്, അതിൽ പ്രൈസിൽ എന്ത് മാറ്റം വരുന്നോ അത് നമ്മുടെ കൺസംഷനെ ബാധിക്കുന്നില്ല, ഡിമാൻഡിനെ ബാധിക്കുന്നില്ല, അതുകൊണ്ടാണ് അത് ഇലാസ്റ്റിക് ആണെന്ന് പറയുന്നത്. ലക്ഷറി ഗുഡ് ആണെന്നുണ്ടെങ്കിൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ത് ചെയ്യും, ഒരുപാട് മാറ്റം ഉണ്ടാകും, വിലയിൽ മാറ്റം ഉണ്ടാകുന്നതിനനുസരിച്ച് അതിൻ്റെ കൺസംഷൻ കൂടുകയോ കുറയുകയോ ചെയ്യും. ദെൻ സെക്കൻഡ് വൺ അവൈലബിലിറ്റി ഓഫ് ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി വിൽ ബി ഇലാസ്റ്റിക് ഇൻ ദ കേസ് ഓഫ് ദോസ് ഗുഡ്സ് വിച്ച് ഹാവ് ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. അപ്പോൾ പരസ്പര ബന്ധമുള്ള കമ്മോഡിറ്റീസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഒരുപാട് മാറ്റമുള്ളതാണ്, ഇലാസ്റ്റിക് ആയിരിക്കും. ആൻഡ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി വിൽ ബി ഇൻഇലാസ്റ്റിക്, ഒരു മാറ്റവും ഉണ്ടാവില്ല എപ്പോഴാണ്, ഇൻ ദ കേസ് ഓഫ് ദോസ് ഗുഡ്സ് വിച്ച് ഹാവ് നോ ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ്. ക്ലോസ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഇല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്തായിരിക്കും, ഇൻഇലാസ്റ്റിക് ആയിരിക്കും, അതിലൊരു മാറ്റവും ഉണ്ടാവില്ല. ഒരു സാധനത്തിൻ്റെ വില കൂടുകയാണെന്നുണ്ടെങ്കിൽ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള വേറൊരു കമ്മോഡിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്തായിരിക്കും, മാറ്റമുണ്ടാകും. പക്ഷേ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ് ഇല്ല എന്നുണ്ടെങ്കിൽ പ്രൈസ് ഇലാസ്റ്റിസിറ്റി മാറ്റമില്ലാതിരിക്കും, അത് ഇലാസ്റ്റിക് ആയിരിക്കും. ദെൻ മൂന്നാമത്തേത് ഇൻകം ഓഫ് ദി കൺസ്യൂമർ, കൺസ്യൂമറുടെ വരുമാനം എന്താണ്. ദ ഡിമാൻഡ് ഫോർ ദോസ് ഗുഡ്സ് വിച്ച് ആർ മെയിൻലി കൺസ്യൂംഡ് ബൈ റിച്ച് പീപ്പിൾ വിൽ ബി ഇലാസ്റ്റിക്. റിച്ച് പീപ്പിളാണ് കൺസ്യൂം ചെയ്യുന്നതെങ്കിൽ ആ ഗുഡിൻ്റെ പ്രൈസ് ഇലാസ്റ്റിക് എന്ന് പറയുന്നത് ഇലാസ്റ്റിക് ആയിരിക്കും. അതുപോലെ പുവർ പീപ്പിൾ ആണെന്നുണ്ടെങ്കിൽ അത് ഇലാസ്റ്റിക് ആയിരിക്കും. ദെൻ പ്രൈസ് ഓഫ് ദി ഗുഡ്, ദ പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ചീപ്പ് ഗുഡ്സ് വിൽ ബി ഇലാസ്റ്റിക് ആൻഡ് ദ പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ദി എക്സ്പെൻസീവ് ഗുഡ്സ് വിൽ ബി ഇലാസ്റ്റിക്. ചീപ്പ് ഗുഡിൻ്റെ പ്രൈസ് ഇലാസ്റ്റിറ്റി എന്ന് പറയുന്നത് ഇൻഇലാസ്റ്റിക്കും, അതുപോലെ പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് എക്സ്പെൻസീവ് ഗുഡ്സ് വിൽ ബി ഇലാസ്റ്റിക്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ആണ്. What is elasticity of demand, price elasticity of demand, then degrees of elasticity of demand, and factors determining price elasticity of demand.